അപ്പോൾ വക്കീൽ പറഞ്ഞ നേരാ, അവിടെ സത്യം അറിയാൻ വേണ്ടി അന്വേഷണം തുടങ്ങി കഴിഞ്ഞു. വാ വാ ഇവിടെ. നിങ്ങൾ നീ കാണിക്കുന്നത് വരാൻ കിടക്കണം. നിനക്കെന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ നീ ഞാൻ എൻ്റെ തമ്മിൽ ലാപ്ടോപ്പ് നീ ചെക്ക് ചെയ്യണം. എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ പേഴ്സ്, എൻ്റെ മൊബൈൽ, എൻ്റെ ഫയൽ, നോക്ക്. എല്ലായിടത്തും നീ നോക്ക് 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 നോക്കണില്ലേ നീ? നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ? ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസം ഞാൻ ചെയ്തിട്ടുണ്ടോ? അല്ല നിനക്കിപ്പോ ഏതെങ്കിലും ഒരുത്തും ഫോൺ വിളിച്ചു പറഞ്ഞ നിനക്ക് വിശ്വാസം അല്ലേ? ചെക്ക് ചെയ്യാവണി, നീ ചെക്ക് ചെയ്യ് ലാപ്ടോപ്പ്. ചെക്ക് ചെയ്. സോറി മോനേട്ടാ, അറിയാതെ പറ്റിപ്പോയതാ. നിങ്ങളെ വിഷമിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. സോറി. സാരമില്ല സാരമില്ല അവന് സാരമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളൊന്നും മനസ്സിൽ വെക്കല്ലേ. എൻ്റെ മനസ്സിൽ ഒന്നുമില്ല അവന്. നീ എന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എനിക്ക്. ഹലോ, വക്കീലേ, ഇത് എവിടെ? നിങ്ങൾ എപ്പോ നോക്കിയാലും ബിസി 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 ബിസി. നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? താനൊന്ന് സൂക്ഷിക്കണം, കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുമെന്ന്. എൻ്റെ പൊന്നെ വക്കീലേ, ഞാനേ എൻ്റെ 18ാമത്തെ അടവ് അങ്ങ് ഇറക്കി. ഇനി മേളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറയാണ് ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞാൽ പോലും ആവണി വിശ്വസിക്കില്ല. ഹലോ, ശരി ശരി വക്കീൽ വെച്ചോ. ബിസി അല്ലേ? എപ്പോൾ വിളിച്ചാലും ബിസി 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 ബിസി. ശരി, അപ്പം നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ വക്കീലേ, ശരി. എന്നാ മോനേട്ടാ, എത്ര നാളെ നിന്റെ ഈ വിളി ഞാൻ കേട്ടിട്ട്. മോഹനേട്ടാ, കൊള്ളാം. ഒന്ന് പോയേ മോനേട്ടാ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. ആഹാ, നിങ്ങളുടെ വഴക്കൊക്കെ തീർന്നാ? അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓഹോ, ഇപ്പൊ നമ്മളെ മണ്ടന്മാരെ. എടാ അബി, ഇവരുടെ വഴക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി വന്ന നമ്മൾ ആരായി? എടാ ഇവരുടെ വഴക്കൊക്കെ തീർന്നെന്ന്. ഇനി ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും. അത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞങ്ങ് തീർക്കും, അത്രേ ഉള്ളൂ. അല്ല ഇതിൻ്റെ ഇടയിൽ നിനക്കൊക്കെ എന്താ കാര്യം? അത് ശരിയാ, ഒരു കാര്യമില്ലായിരുന്നു. അത് നിനക്കൊന്നും ഉറക്കൂല. ഇവൻ്റെ ഒക്കെ കണ്ണിരിക്കണമൊക്കെ. പോയി കിടന്നുറങ്ങടാ. വാ പോവാ. നമ്മൾ തമ്മിൽ വഴക്കായിരുന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു പിള്ളേർക്ക്. നമ്മൾ തമ്മിൽ ആർക്കായിരുന്നു വഴക്ക്? എനിക്കായിരുന്നു. മതി, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. നിങ്ങളതിനെ ചിരിക്കുന്നത്? നീ എന്താടാ ഇവിടെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറിയോ? വേണ്ട, നീ അത്യാവശ്യം വരാന്ന് പറഞ്ഞ കാര്യം പറ. മോനേട്ടൻ ഇന്നലെ ഫോണ് ലാപ്ടോപ്പ് എന്ന് വേണ്ട എല്ലായിടത്തും മുന്നിലേക്കിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, സംശയം തീരട്ടേന്ന്. അല്ല മോനോട് മനസ്സിലായി നീ ചെക്ക് ചെയ്ത കാര്യം? എടാ ഹിസ്റ്ററി ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അത് കണ്ട് മനസ്സിലായി കാണും. പിന്നെ ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് മോനേട്ട് കയറി വരികയും ചെയ്തില്ലേ. വെറുതെ ഏതോ ഒരുത്തും വിളിച്ച് പറഞ്ഞതിൻ്റെ പേര് ഞാൻ മോനേട്ടനെ സംശയിച്ചു. ഞാൻ നിന്റെ അപ്പളേ പറഞ്ഞല്ലേ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. നീയല്ലേ വെറുതെ ചാരിക്കോരോ കാര്യങ്ങൾ ചെയ്യാൻ പോയത്. ഇപ്പൊ നിന്റെ പ്രശ്നമൊക്കെ തീർന്നല്ലോ. പ്രശ്നമൊക്കെ തീർന്നു. പാവം മോനേട്ടൻ, ഇത്രയും ദിവസം ഞാൻ വെറുതെ കിടന്ന് കുറെ വിഷമിപ്പിച്ചു. നീ ഇപ്പൊ കോംപ്രമൈസ് ആയി, ഞാൻ പുറത്തുപോയി. നിന്റെ കാര്യം ഞാൻ സംസാരിച്ച് ശരിയാക്കുന്നുണ്ട്. ശരി, നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ഞാൻ ഇറങ്ങട്ടെ. നീ കയറുന്നില്ല? ഇല്ല.